ഞാനിന്ന് യഥാർത്ഥത്തിൽ എറണാകുളത്ത് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം അരൂർ മണ്ഡലത്തിൽ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഒന്നല്ല 4 സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ മണ്ഡലത്തിൽ 2 സ്കൂളിൻ്റെ ഉദ്ഘാടനമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ വന്ന സ്ഥിതിക്ക് തിരുമേനി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. പൊതുവിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. അന്ന് ഞങ്ങൾ ഒരുപാട് ആശയവിനിമയം നടത്തിയിരുന്നു. അന്ന് ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ NSS മാനേജ്മെൻ്റ് ഒരു പുതിയൊരു വിധി വാങ്ങുന്നത്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത് NSSന് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണെന്നുള്ളതാണ്. പക്ഷേ തിരുമേനി അടക്കമുള്ള മാനേജ്മെൻറ്റുകൾ ഇത് ഞങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നുള്ളൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ജോസ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു, സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു. തിരുമേനിയായിട്ട് കുറേ സമയം ചിലവഴിച്ചു. ബാക്കി എന്തെങ്കിലും കാര്യമുണ്ട് തിരുമേനിയോട് പറയട്ടെ. അങ്ങനെ സഭകളുടെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയൊന്നുമല്ല ഇവിടെ വന്നത്. ഭിന്നശേഷി നിയമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 13-ാം തീയതി അന്ന് അതിൻ്റെ ചർച്ച വച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു 2 പരിപാടിക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന തിരുമേനിയുടെ ആസ്ഥാനത്ത് ഞാൻ സന്ദർശിക്കുന്നത് അതൊരു സൗഹാർദ്ദപരമായും സ്നേഹസമ്പന്നമായ ഒരു രീതിയായിട്ട് എടുത്താൽ മതി. അതിന് വേറെ ഒരു ആംഗിളൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ തന്നെ അസംബ്ലി പ്രഖ്യാപിച്ചല്ലോ തിരുമേനിമാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണെന്ന്. അത് രേഖയിൽ കയറിയല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.